പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് അനിയന്മാർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, വൈജ അവൾക്ക് ഇത്തിരി ഈഗോ കൂടുതലാണ്, അതുകൊണ്ട് ഇനി രക്ഷപ്പെട്ട് വന്നു കഴിയുമ്പോഴും ബാലചന്ദ്രനോട് മല്ലടിക്കാൻ വേണ്ടി പോകും. അപ്പം അമ്മ പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകരുത് എന്ന് പറഞ്ഞ് അവളെ ഒന്ന് നിരുത്സാഹപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവൾ ചിലപ്പം കടുത്ത തീരുമാനങ്ങൾ എടുത്തേക്കാം. അപ്പോഴും അമ്മ അവളുടെ കൂടെ നിന്നോണം, അവളോട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ്. മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ്, കാരണം ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ കമലയുടെ തനി സ്വരൂപം എടുക്കുമല്ലോ. എന്തായാലും ഗംഗാധരൻ അവിടുന്ന് പോരുന്നു. എല്ലാവരും യാത്ര പറയാൻ വേണ്ടി ഇറങ്ങി വരുന്നൊക്കെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഗംഗാധരനും മനുവും കൂടി അവർ നേരെ കടപ്പാട്ടൂരേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം അലീനയാണ് വാതിൽ തുറക്കുന്നത്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, എന്താ ഇങ്ങോട്ടൊന്നും വരാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കൂടെ ഗംഗാധരനും ഉണ്ടായിരുന്നു. ഗംഗാധരൻ ഏതായാലും ബാലചന്ദ്രനെ കാണാനായിട്ട് പോകുന്നു. അവിടെ ചെന്ന് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് വൈജയന്തിക്ക് വേണ്ടി. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ വൈജയന്തിയെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യും, എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ അവളോട് പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നു, ഉണ്ട്, അതൊക്കെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല എന്ന്. എന്നിട്ട് ഭയങ്കര പുച്ഛത്തോടും ദേഷ്യത്തോടും കൂടി ബാലചന്ദ്രൻ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ കേണലെ ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് പിറന്നത് എന്ന്. അങ്ങനെയൊക്കെ ബാലചന്ദ്രൻ പറയുമ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഗംഗാധരന്. കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് ബാലചന്ദ്രനെ എപ്പോഴും അടിച്ചമർത്താനല്ലേ വൈജയന്തി ശ്രമിച്ചേക്കുന്നത്. അതിൻ്റെ വൈരാഗ്യമാണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ മൊത്തം. ഇതിനു മുമ്പും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം എന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതെല്ലാം മറന്നേനെ എന്ന്. ഏതായാലും ഗംഗാധരൻ അവിടുന്ന് ഇറങ്ങുന്നു. ഇനി ബാലചന്ദ്രനോട് തർക്കിച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് ഗംഗാധരന് മനസ്സിലായി. ഇറങ്ങി വന്നതിന് ശേഷം മനുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും വലിച്ച എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ വൈരാഗ്യത്തിനും ദേഷ്യത്തിനും ഒക്കെ കാരണമുണ്ട്. കാരണം ഈ കാര്യങ്ങളൊന്നും അബദ്ധത്തിൽ സംഭവിച്ചതല്ലല്ലോ, ഈ ചതി മൊത്തം അറിഞ്ഞുകൊണ്ട് നടന്നതാണ്. അതുകൊണ്ട് ബാലചന്ദ്രന് സ്വാഭാവികമായിട്ടും ദേഷ്യം കാണുമെന്ന് മനുവിനോട് ഗംഗാധരൻ പറയുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അലീനയുടെയും മനുവിൻ്റെയും ഒരു കുട്ടി റൊമാൻസും കാണിക്കുന്നുണ്ട്. ഏതായാലും ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ മനു ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞങ്ങൾ 2 പെമ്മക്കളും അച്ഛനും കൂടി കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് സമാധാനത്തോടെ ഇവിടെ കഴിയുവാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മനുവേട്ടൻ എന്താ ഇത്രയും ദിവസം വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പം മനു ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എന്നെ കാണണം എന്ന് തോന്നാറുണ്ടോ എന്ന്. അത് മനു ചോദിക്കുമ്പം അലീനയുടെ കണ്ണുകളിൽ ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അന്നേരം മനു അലീനയുടെ കയ്യിലേക്ക് ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മനുവിൻ്റെ ആ ഇഷ്ടവും കരുതലും സ്നേഹവും എല്ലാം. ഏതായാലും മനു അങ്ങനെ കൈകളിൽ ചേർത്ത് പിടിക്കുമ്പം ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടും ഒരു അത്ഭുതത്തോടും കൂടി മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അലീനയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.